നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഏപ്രിൽ മാസം എങ്ങനെയുള്ളതെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് 9 of Wands, 2 of Swords, the Hierophant, the Emperor, 3 of Pentacles, 6 of Wands, the Empress, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടപ്പിലായി കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നടപ്പിലാക്കാനായി നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ മാസം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മെൻറ്ററിനെ കണ്ടുമുട്ടാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിവും ജ്ഞാനവും ഒക്കെ ലഭിക്കാൻ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ചില വ്യക്തികളൊക്കെ വേഗത്തിൽ ധനം വർദ്ധിപ്പിക്കുവാനായി ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് അങ്ങനെയൊക്കെ പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അവർക്ക് ഉള്ളൊരു അഡ്വൈസായിട്ട് യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത്, തൽക്കാലം നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പകരം ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ചിട്ടി, FD അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, വളരെ കാലമായി ചില വ്യക്തികളൊക്കെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ഏപ്രിൽ മാസം പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ഒരു മാസം ഒരു സന്തോഷമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെയൊക്കെ ഒരു എൻഗേജ്മെൻ്റൊക്കെ ഇവിടെ നടക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ചില വ്യക്തികളൊക്കെ ഇവിടെ കുടുങ്ങിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ചില വ്യക്തികളൊക്കെ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനായിട്ടുള്ളത്, ശരിയായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് അവരോട് പറയാനായിട്ടുള്ളത്. മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏപ്രിൽ മാസം വളരെയധികം എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം എടുത്തുചാട്ടം ഈ ഒരു ഏപ്രിൽ മാസം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തു ചാടി തീരുമാനിച്ചൊന്നും ചെയ്യരുത്. പകരം പക്വതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യുക എന്നാണ് പറയാനായിട്ടുള്ളത്. എടുത്തു ചാടി ചെയ്യുന്ന തീരുമാനങ്ങൾ ചില അബദ്ധങ്ങളിലൊക്കെ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധ്യതയുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തികളൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫലമൊന്നും കിട്ടാതെ ഇരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങൾ ചെയ്ത എല്ലാ ഹാർഡ് വർക്കിനുമുള്ള ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ഒരു ഫലം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും അതായത് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്